അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലായ ഡബ്ല്യു മല്ലു വേൾഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സോ എല്ലാവരും എന്തെടുക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ ഒക്കെ അമർത്തിയിട്ട് അതുപോലെ നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ അറിയിക്കണം. സോ നമ്മുടെ ചാനൽ കുറച്ചൊന്ന് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് ആവശ്യമാണ് കേട്ടോ. സോ ഇന്നത്തെ ഒരു ചിന്തയിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് ആക്ച്വലി നമുക്ക് മെസ്സേജ് അയക്കും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നില്ല. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഈശോയുടെ മുന്നിൽ വെക്കുന്ന നിയോഗങ്ങൾ അല്ലെങ്കിൽ കൃപാസന മാതാവിൻ്റെയൊക്കെ മുന്നിൽ വെക്കുന്ന നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നില്ല, തടസ്സങ്ങൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു ടോക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തടസ്സങ്ങൾ മാറാനുള്ള ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. തടസ്സങ്ങളെല്ലാം മാറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ തടസ്സങ്ങൾ, ചിലപ്പോൾ ജോലി തടസ്സങ്ങളാവാം, വിവാഹ തടസ്സങ്ങളാവാം, പൈസയുടെ ബുദ്ധിമുട്ടുകളാവാം, അങ്ങനെയുള്ള തടസ്സങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളാവാം, സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളാവാം, പരീക്ഷയിൽ ജയിക്കുന്ന തടസ്സങ്ങളാവാം. അങ്ങനെ ഒത്തിരിയേറെ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കാറുണ്ടല്ലേ. സോ അങ്ങനെ വരുന്ന തടസ്സങ്ങൾ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ബന്ധനങ്ങൾ, തടസ്സങ്ങൾ ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഉപകാരമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറ്റുന്ന പ്രാർത്ഥന എന്നാണ് അതിന് പറയുന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദാവീദിന്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തുവനുമായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ അത്ഭുത ശക്തി എൻ്റെ മേൽ നിറഞ്ഞ് എൻ്റെ നിയോഗങ്ങൾ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ശക്തി എൻ്റെ നെറുകം മുതൽ ഉള്ളം കാൽ വരെ ഓരോ കോശങ്ങളിലേക്കും പകരണമേ എന്ന് പറയുന്നുണ്ട്. എന്നെ വരിഞ്ഞിരിക്കുന്ന ബന്ധനങ്ങൾ കണ്ടോ എല്ലാം തകർത്ത് എന്നിൽ അവിടുത്തെ ദിവ്യശക്തി പകരണമേ. കണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെയും ബന്ധനങ്ങളെയൊക്കെ മാറ്റിയിട്ട് യേശുവിന്റെ ശക്തി നമ്മളിലേക്ക് പകരണമെന്ന് പറയുന്നുണ്ട്. എന്നിലേക്ക് വന്നു ചേരാൻ തടസ്സമായി നിൽക്കുന്ന ആഗ്രഹങ്ങൾ അവിടുത്തെ അത്ഭുതത്താൽ എന്നിലേക്ക് ചേർക്കണമേ. അതുപോലെ എൻ്റെ ആവശ്യങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ, എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. എൻ്റെ പേര് അവിടുത്തെ ആത്മീയ ശക്തി പ്രവഹിക്കണമേ. എൻ്റെ ബന്ധനങ്ങളെ വിടുവിക്കണമേ. എൻ്റെ പ്രാരാബ്ദങ്ങളെ മാറ്റിത്തരണമേ. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. എൻ്റെ കുടുംബത്തെ എന്നിലുള്ള എല്ലാത്തിനെയും അവിടുത്തെ ദിവ്യശക്തിയാൽ ചേർത്ത് നിർത്തണമേ. എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെ നിറവേറ്റി തരണമേ. വളരെ ഒത്തിരി അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയോട് മുന്നിൽ നമ്മൾ വെക്കുന്ന എല്ലാ നിയമങ്ങളും സാധിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ ഒക്കെ മാറ്റിത്തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. വളരെ നല്ലൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ രാവിലെയും വൈകിട്ടും നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് ആ സമയങ്ങളിൽ ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇതും. അതുപോലെ തന്നെ ബന്ധന പ്രാർത്ഥന എന്ന് പറഞ്ഞ വേറൊരു പ്രാർത്ഥന ഉണ്ട്. ആ രണ്ട് പ്രാർത്ഥനയുമാണ് ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ പ്രാർത്ഥന എല്ലാവർക്കും നന്നായിട്ട് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കി നിങ്ങൾ കൃപാസനത്തിൻ്റെ പ്രാർത്ഥന ഉടമ്പടിയിലൊക്കെ ചെല്ലുന്ന സമയങ്ങളിലും ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാം. ഇനി അതല്ല, അങ്ങനെ ആ സമയത്ത് ഉൾക്കൊള്ളിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്ത് നമുക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. സോ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. ആർക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി. മെസ്സേജ് ഇടുന്നത് പോലും ഞാനത് വാട്സപ്പിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇമെയിലിലേക്കോ എങ്ങനെയോട്ട് വേണമെങ്കിലും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നെറ്റിൽ നോക്കിയാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ മാറ്റുന്ന പ്രാർത്ഥന എന്നാണ്. ഞാനിങ്ങനെ കാര്യം പറഞ്ഞ സമയത്ത് എനിക്ക് ആരോ അയച്ചു തന്നെ, എനിക്ക് തോന്നുന്നു യേശു തന്നെയാണ് അയച്ചു തന്നെന്ന് എനിക്ക് തോന്നുന്നു. സോ അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രാർത്ഥന വളരെ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറ്റി ദൈവം നല്ലൊരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുവരികയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും തടസ്സങ്ങളെയും ബന്ധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഈശോ അനുഗ്രഹിക്കുകയും ചെയ്യും. മാതാവിനോടും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരും കേട്ടോ. അപ്പം നല്ലൊരു പ്രാർത്ഥനയാണ്. എല്ലാവരും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.